കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അഡിനോയിഡിന്റെ ബുദ്ധിമുട്ട്, അഡിനോയിഡിന്റെ വീക്കം, അല്ലെങ്കിൽ നമ്മൾ അതിനെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയും. എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, ഉറക്കത്തിൽ ശ്വാസം നേരെ കിട്ടാത്തൊരു സിറ്റുവേഷൻ, സ്ലീപ്പ് അപ്നിയ, കൂർക്കമലി വരിക, റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക, പനി, ജലദോഷം, അതോടൊപ്പം തന്നെ സൈനസൈറ്റിസ്, ഇയർ ഇൻഫെക്ഷൻ വരിക. ഇയറും ത്രോട്ടും കൂടെ കണക്ട് ചെയ്യുന്ന ട്യൂബ്, ഈസ്റ്റേഷൻ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് അഡിനോയിഡിലോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച കൂടുതലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ, കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഇയർ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ അപ്പർ പാലറ്റ് പൊങ്ങി വരിക, ഒരു ആർച്ച് ഫോം ഷേപ്പിലാവുക, മോണ തള്ളി വരിക, പല്ലൊക്കെ ഉന്തി വരിക, മൂക്ക് നീളം വെക്കുക, താടിയുടെ ഷേപ്പ്, താടി കുറച്ച് ഷാർപ്പിന നീണ്ടു വരിക. ഇതൊക്കെ മൊത്തത്തിൽ കുട്ടികളുടെ ഫേസിന്റെ സ്ട്രക്ചർ തന്നെ മാറാറുണ്ട്. സോ ഏർലി ഡയഗ്നോസ് ചെയ്യുന്നത് എപ്പോഴും നമുക്കതിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ബേബിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.